ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ ഒഴിച്ചുകറി ആയിട്ടുള്ള കുമ്പളങ്ങ മോരുകറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങൻ്റെ പകുതി ആട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ചെറിയ പച്ചമുളകാണ് കേട്ടോ. അത് നടുകെ കീറിയൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വരേക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറച്ച് നേരമായിട്ടോ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വെന്ത് വന്നണോ നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മുറിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് പാകത്തിന് വെന്ത് വന്നാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ആ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു ഇത്തിരി വെള്ളം കൂടി എടുത്ത് ഒന്ന് ചുറ്റി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മളെ കുമ്പളങ്ങ മോരുകറി തയ്യാറാക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.